അങ്ങ് ദുബായിൽ കോടികളുടെ സ്വർണം പതുക്കിയിട്ട് രാജകീയ ജീവിതം ജീവിച്ചിട്ട് ഇങ്ങ് മാധ്യമങ്ങൾക്ക് മുന്നിലും കവലപ്രസംഗം നടത്തുമ്പോഴും കമ്മ്യൂണിസത്തെക്കുറിച്ച് വായ്ത്താളം അടിക്കരുത്. അല്പമെങ്കിലും ഉളുപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ? അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ലെ ഇനിയുള്ള വെടിക്കെട്ടിന്റെ സാമ്പിളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം തമ്മിൽ തല്ലി ചാകും, അല്ലെങ്കിൽ അധികാരത്തിനു വേണ്ടി പരസ്പരം പടവെട്ടി ഇല്ലാതാകും. അതാണ് ഇനി CPM-ൽ നടക്കാൻ പോകുന്നത്. അതുമല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു വസ്തുത, ജനം ചൂലെടുത്ത് അടിച്ചോടിക്കും. CPM അതിന്റെ അന്ത്യം അടുത്തതോടെ ഏത് ബൂർഷ്വാ പാർട്ടിയിലും എന്ന പോലെ അതോ അതിനപ്പുറമോ അളിഞ്ഞ് കെട്ട് നാറുകയാണ്. സഖാക്കളെ, നമ്മുടെ പാർട്ടിയെ ഇവന്റെയൊക്കെ അണ്ണാക്കിൽ കൊണ്ടുവച്ച് വില പറയണോ? കടലിനക്കരെ സ്വർണ്ണ നിധി കുംഭങ്ങളാണ് അവർ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അടിക്കടി കടലിനക്കരെയുള്ള യാത്ര. പിണറായി വിജയന്റെ ആധിപത്യം ഉറപ്പിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ VS പിണറായി ദ്വന്ദ്ം അവസാനിച്ചു. ഇനി പിണറായി PV അൻവർ യുഗത്തിന്റെ തിരനോട്ടമായി. നയലംഘനങ്ങളുടെയും നയവ്യതിയാനങ്ങളുടെയും തിരുത്തൽ പ്രക്രിയയുടെയും പേരിലുള്ള വിവാദങ്ങളുടെ കാലം കഴിഞ്ഞു. ഇനി സ്വർണം പൊട്ടിക്കലിന്റെയും ഡോളർ കള്ളക്കടത്തിന്റെയും ചാരപ്പണിയുടെയും മറ്റു കാലമാണ്. EMS വന്നതുപോലെയാണ് താനും CPM-ൽ എത്തിയതെന്ന് PV അൻവർ മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിണറായിക്ക് കരണം പുകഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് മുന്നറിയിപ്പ് കൊടുത്ത് മുഖ്യ ശത്രു രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതെ, ശക്തിധരൻ വലിയൊരു വെടിക്കെട്ടാണ് ഇപ്പോൾ CPM-നും പിണറായിക്കും ഇട്ട് കൊടുത്തിരിക്കുന്നത്. കരണക്കുറ്റിക്ക് അടിയിട്ടിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് പരിഹസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശക്തിധരൻ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. EMS വന്നതും താൻ വന്നതും ഒരേ പാർട്ടിയിലേക്കാണെന്ന അൻവറിന്റെ അവകാശവാദം കേൾക്കുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് നോവുമെങ്കിലും അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കളങ്കിത പരീക്ഷകൾക്ക് ഈ പ്രസ്ഥാനത്തെ വിറ്റത് ആരാണെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി നൽകേണ്ടി വരും. ഭൂമിയോളം താഴ്ന്ന കുടിലിൽ തറയിൽ ചെറ്റപ്പായി വിരിച്ചു കിടന്നിരുന്ന പിണറായി വിജയൻ എന്നു മുതലാണ് അമ്പരചുംബികളോളം പോന്ന മണിസൗധങ്ങളിൽ എത്തിയതെന്ന് ഉത്തരം നൽകേണ്ടി വരും. കോവളത്തെ വൻകിട ഹോട്ടൽ ഉടമ വെച്ച് നീട്ടിയ സൗജന്യം സ്വീകരിക്കരുത് എന്ന് VS കാർക്കശ്യത്തോടെ പറഞ്ഞതിനല്ലേ അദ്ദേഹത്തെ പുലഭ്യം വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴോ കളങ്കിതനായ പിണറായി വിജയന് മേമ്പൊടിക്ക് പോലും ഒരാദർശത്തിന്റെ മറ ഉയർത്താനില്ല. കേരളം പെട്ടു എന്ന് തന്നെ പറയണം. താന്തോന്നിയുടെ കരാളഹസ്തങ്ങളിൽ പെട്ട് വീർപ്പ് മുട്ടുകയാണ് ചോരച്ചെങ്കൊടി. മുഖ്യമന്ത്രി ഭൂമിയോളം ഹാലിളകി അട്ടഹസിച്ചു ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ കാളക്കൂറ്റൻ MLA-യുമായി ശനിയാഴ്ച നടന്ന 1.5 മണിക്കൂർ നീണ്ട ഭീകര മല്ലയുദ്ധം കേരളം ഉണ്ടായ ശേഷം കാണുന്ന ആദ്യ സംഭവമാണ്. മുഖ്യമന്ത്രി തന്നെ സ്വന്തം പാർട്ടിയെ വാതോരാതെ പുലഭ്യം വിളിക്കുന്നു. കേരളം ഇതിനപ്പുറം അധപ്പതിക്കാനുണ്ടോ? ഭരണകൂടത്തിന് ഭ്രാന്ത് പിടിച്ചതാണോ? ജനങ്ങൾ ഇതെങ്ങനെ സഹിക്കുന്നു? ഇവറ്റകളെ തളയ്ക്കാനുള്ള ചങ്ങലയില്ലാത്തതുകൊണ്ടാണോ? ഭ്രാന്തില്ലാത്ത ആരും ഭരണപക്ഷത്തില്ലെന്നാണോ? ഒരു പേക്കിനാവ് കാണുന്ന അവസ്ഥയിലായിരുന്നല്ലേ കേരളം ഇന്നലെ? സമനില തെറ്റിയ ഇവറ്റകളുടെ നാവാണോ പിഴുതെറിയേണ്ടത്, അതോ ആസനത്തിൽ പഠിച്ചു കയറ്റുകയായിരുന്നോ കരണീയം എന്ന ധർമ്മസങ്കടത്തിലായിരുന്നു ജനം. അവരുടെ അരയിൽ നിന്ന് ഉടുതുണി ഉരിഞ്ഞ് താഴോട്ട് പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. മഹാരഥന്മാർ കേരളത്തിന് വഴികാട്ടിയ രാഷ്ട്രീയം ഇതാണോ? ഇവറ്റകളെ അടിച്ചിറക്കി ചാണകം തളിച്ചില്ലെങ്കിൽ ഈ നാട് മുടിയും. കാണ്ടാമൃഗത്തേക്കാൾ അധപ്പതിച്ച ജന്തുക്കളാണ് സിംഹാസനങ്ങളിൽ കയറിക്കൂടിയിരിക്കുന്നത്. ഇതാണോ ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം? കരണക്കുറ്റിക്ക് 2 പൊട്ടിക്കാൻ ഇവിടെ ആരുമില്ലേ? ജനങ്ങളുടെ പേരിൽ അധികാര സോപാനങ്ങളിൽ കയറിക്കൂടിയവർക്ക് ഇത്രയ്ക്ക് അഹന്ത പാടുണ്ടോ? ആരാണ് ഈ മുഖ്യമന്ത്രിക്ക് മാതൃകാ പുരുഷൻ? കേരളം ലജ്ജിക്കുന്നു. ഒരു മുഖ്യമന്ത്രിക്കും സ്ത്രീധനം കിട്ടിയതല്ല ഈ മണ്ണ്. ജനങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന നാടാണിത്. കുറെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് അമ്മാനമാടി തിമിർക്കാനുള്ള നാടല്ല ഇത്. അടിവസ്ത്രത്തിൽ ഒട്ടിച്ചും തേച്ചും പിടിപ്പിച്ചിരിക്കുന്ന സ്വർണത്തെക്കുറിച്ച് ഈ മുഖ്യമന്ത്രിക്ക് എന്തുമാത്രം അറിവാണ്? വെറുതെ അല്ല പ്രധാനമന്ത്രി പച്ചയ്ക്ക് കേരള ജനതയോട് വെട്ടിത്തുറന്നു പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്ത് കള്ളക്കടത്താണ് നടക്കുന്നതെന്ന്.
മുഖ്യമന്ത്രിയുടെ ഭരണകേന്ദ്രത്തിൽ കള്ളക്കടത്താണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ അതിന്റെ തൂക്കം സങ്കല്പിച്ചു നോക്കൂ. മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിന്റെ അനുചരനാണോ ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നതെന്നാണല്ലേ മറ്റൊരു തർക്കം. ഈ പാർട്ടിക്ക് ഇന്ന് നാഥനില്ലേ? പോഴന്മാരേ ഉള്ളോ അതോ കള്ളക്കടത്തുകാരോ? ജനങ്ങൾ എന്ത് അപരാധം ചെയ്തു? നാട് ഭരിക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇതെല്ലാം വെളിച്ചത്താക്കുന്നത്. 336 മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞ വയനാട് ദുരന്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ശനിയാഴ്ച നടത്തിയ ചില ക്രൂര പരാമർശങ്ങൾ ഇതിനേക്കാളൊക്കെ ഹൃദയഭേദകമായിരുന്നതല്ലേ? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടാണോ വയനാട്ടിൽ കണ്ണീരൊപ്പിയത്? ആരോപണ പെരുമഴയിൽ ഏതെങ്കിലും ഗുരുതരമായ ആരോപണത്തെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? അധികാരസ്ഥാനങ്ങളിൽ കയറിപ്പറ്റിയവർ കുന്നുകൂട്ടുകയാണെന്ന് പരസ്പരം പഴിചാരുന്നതല്ലാതെ സത്യം പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? ഈ ഒറ്റ സംസ്ഥാനം ഭരണം കൊണ്ട് അവസാനിക്കുന്നതാണോ ഭരണചക്രം? ഇവിടെ ഭരണഘടനാ സിദ്ധമായ അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന എക്സിക്യൂട്ടീവും ന്യായാധിപരും ആവിയായിപ്പോയോ? എന്തിനിങ്ങനെ ഒരു ഭരണകൂടം? വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ശക്തിധരൻ ചോദിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ വീണ്ടും വീർപ്പ് മുട്ടിക്കുന്നു. മുഖ്യമന്ത്രി എവിടെ ചെന്നാലും, പത്രസമ്മേളനങ്ങൾ നടന്നാലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടിയാലും ഭയക്കുന്ന ഒരു കാര്യം സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് തനിക്ക് നേരെ ചോദ്യം വരുമോ എന്നുള്ളതാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങ് ദുബായിൽ കോടികളുടെ സ്വത്തുക്കൾ പതുക്കിയിട്ടുണ്ടെന്നും അതിലേറെയും നല്ല കനമുള്ള സ്വർണ്ണ കുടങ്ങളാണെന്നും ഇപ്പോൾ പലയിടത്തു നിന്നും ചർച്ചകൾ വരുന്നുണ്ട്. അതിൽ വാസ്തവം ഏറെയുണ്ടെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ശക്തിധരൻ. കള്ളക്കടത്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമാണെന്ന് ഇതിനു മുൻപ് ശക്തിധരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് ഇവർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് ശക്തിധരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചെങ്കൊടിയുടെ ചുവപ്പിന് പോലും മാറ്റം വന്നിട്ടുണ്ട്, ലേശം സ്വർണം പൂശിയതുപോലെ. ഇതിലും വലിയ അടിയൊന്നും ഇനി പിണറായിക്ക് കിട്ടാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ശക്തിധരൻ അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചു കൂടെ നടക്കുന്ന അണികളും എല്ലാ കാലത്തും പിണറായി കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന CPM-ലെ മുതിർന്ന നേതാക്കളും ഒന്ന് ഓർത്തു വെച്ചോളൂ, ഇതൊന്ന് കുറിച്ചിട്ടോളൂ. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിണറായി കുടുംബത്തോടൊപ്പം അങ്ങ് ദുബായിലേക്ക് പറക്കും. പിന്നെ ഇവിടെ പാർട്ടി ഉണ്ടാകുമോ, നേതാക്കൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ബാക്കി കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.